സുഹൃത്തുക്കളെ, കേരളത്തിലെ പേവിഷബാധ മരണം വർദ്ധിക്കുന്നു. ഈ വർഷം മാത്രം ഇതുവരെയുള്ള കണക്കനുസരിച്ച് പേവിഷബാധ ഏറ്റു മരണപ്പെട്ടത് 19 പേരാണ്. ഇത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ അധികാരികൾ ഇതിനെതിരെ ഒരു ആക്ഷനും എടുക്കാതെ പോകുന്നത്? മനുഷ്യജീവനേക്കാൾ വിലയുള്ളതാണോ ഇവിടെ മൃഗങ്ങളുടെ ജീവൻ? കേരളത്തിൽ വീണ്ടും നിപ്പ മരണം. മലപ്പുറത്ത് 18കാരി മരിച്ചു. കഴിഞ്ഞ ദിവസം കേരളത്തിലെ നടുക്കിയ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം. ആരോഗ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി ആം ആദ്മി പാർട്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇനി അലക്ഷ്യമായ ഡ്രൈവിംഗ് മൂലമുള്ള അപകടത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കില്ല. സാഹസികമായോ അശ്രദ്ധപരമായോ വാഹനമോടിച്ച് അപകടത്തിൽപ്പെടുന്നവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ബാധ്യതയില്ലെന്ന് സുപ്രീം കോടതി. ഈയിടെ അമിത വേഗതയിൽ കാർ ഓടിച്ച് ഡ്രൈവർ മരിച്ച സംഭവത്തിൽ മരണപ്പെട്ടയാളുടെ ഭാര്യയ്ക്കും മകനും മാതാപിതാക്കൾക്കും നഷ്ടപരിഹാരം നൽകണമെന്ന ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. ഫോളോ ഫോർ ഡെയിലി അപ്ഡേറ്റ്സ്.